ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അൾജീരിയയിലേക്കുള്ള സന്ദർശനത്തോടെ ലിയോ 14 മാർപ്പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനത്തിന് ഏപ്രിൽ 13 തുടക്കമാകും. ആഫ്രിക്കൻ ജനതയോടുള്ള സഭയുടെ സ്നേഹത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും സന്ദേശവുമായാണ് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും വെല്ലുവിളികളും നിറഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള പാപ്പയുടെ യാത്ര. 23 വരെ നീണ്ടു നിൽക്കുന്ന അപ്പസ്തോലിക യാത്രയിൽ അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നീ 4 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിക്കുന്നത്. ഒരു മാർപ്പാപ്പ ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ അൾജീരിയ സന്ദർശിക്കുന്നത്. മതസംവാദത്തിനേക്കാൾ ഉപരിയായി മാനുഷിക കൂട്ടായ്മയായിരിക്കും പാപ്പ യാത്രയിൽ പ്രാധാന്യം നൽകുന്നതെന്ന് അൾജീരിയൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജീൻ പോൾ വെസ്കോ പറഞ്ഞു. താൻ അംഗവും മുമ്പ് തലവനുമായിരുന്ന അഗസ്റ്റീനിയൻ സന്യാസഭയുടെ ആത്മീയ പിതാവായ വിസ് അഗസ്റ്റിന്റെ നാടാണ് അൾജീരിയ എന്നതും പാപ്പയുടെ യാത്രയെ വേറിട്ടതാകുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ബിഷപ്പായിരുന്ന പുരാതന നഗരമായ ഹിപ്പോ, ഇന്നത്തെ അന്നബ, പാപ്പ സന്ദർശിക്കും. അൾജീരിയയുടെ ചരിത്രത്തിന്റെ ഭാഗമായ വിസ് അഗസ്റ്റിനെ വിശുദ്ധനായി മാത്രമല്ല ആ രാജ്യത്തിന്റെ മകനായാണ് അൾജീരിയൻ ജനതയും കാണുന്നത്. 1996 ടിബ്ഹിറിൻ ആശ്രമത്തിലെ 7 ട്രാപ്പിസ്റ്റ് സന്യാസികൾ കൊല്ലപ്പെട്ടതിന്റെ മുറിപ്പാടുകൾ ഇപ്പോഴും പേറുന്നവരാണ് അൾജീരിയൻ ക്രൈസ്തവർ. ആ സംഭവത്തിന്റെ 30ാം വാർഷികത്തിലാണ് പാപ്പയുടെ സന്ദർശനം. കൊല്ലപ്പെട്ട 2 സന്യാസിമാരുടെ വസതികൾ പാപ്പ സന്ദർശിക്കും. കർശനമായ മതനിയമങ്ങളും കാരിത്താസ് പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പാപ്പയുടെ സന്ദർശനം രാജ്യത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വൈവിധ്യങ്ങളായ സംസ്കാരങ്ങൾ ഉള്ളതിനാൽ മിനിയേച്ചർ ആഫ്രിക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാമറൂണിലേക്കുള്ള യാത്രയും പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ബമന്റെ പ്രദേശം സന്ദർശിക്കുന്ന പാപ്പ സമാധാന സംഗമത്തിൽ പങ്കെടുക്കും. ദുവാലയിലെ ജപ്പോമ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് പാപ്പ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 18 അങ്കോളയിലെത്തുന്ന പാപ്പ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മാമ മുക്സിമയിൽ വിശ്വാസികളോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. രാജ്യത്തെ നഴ്സിംഗ് ഹോമുകളും പാപ്പ സന്ദർശിക്കും. ഏപ്രിൽ 23 മലാബോ സ്റ്റേഡിയത്തിലെ സമാപന ദിവ്യബലിക്ക് ശേഷമാവും പാപ്പയുടെ മടക്കം. പതിവുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഈ യാത്രയ്ക്കായി വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ജനങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് പാപ്പ ആഗ്രഹിക്കുന്നതെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി പറഞ്ഞു. സഭയും ഭരണകൂടങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വടക്കൻ ആഫ്രിക്കയിലെ ക്രൈസ്തവർക്ക് പുതിയ ഊർജം പകരുന്നതിനും ഈ അപ്പസ്തോലിക യാത്ര കാരണമാകുമെന്ന് കരുതപ്പെടുന്നു.